നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് മെമ്പറെയും പരാതി നൽകാനെത്തിയവരെയും കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ തിങ്കളാഴ്ചക്കകം നടപടിയെടുത്തില്ലെങ്കിൽ ചൊവ്വാഴ്ച ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വളയുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. വാർത്ത വിശദമായി. ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. Sunrise Hospital. Care beyond cure. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. ആലങ്കോട് പഞ്ചായത്തിലെ കക്കിടിക്കൽ വാർഡ് മെമ്പറെയും പഞ്ചായത്തിലേക്ക് പരാതി പറയാനെത്തിയവരെയും കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കാളാച്ചാൽ മെമ്പർക്കെതിരെ തിങ്കളാഴ്ചക്കകം നടപടിയെടുത്തില്ലെങ്കിൽ ചൊവ്വാഴ്ച പഞ്ചായത്ത് ഓഫീസ് വളയുമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് UDF നേതൃത്വം DDPയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച ചങ്ങരംകുളത്ത് നടന്ന UDF യോഗത്തിലാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷമാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷ് ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ പഞ്ചായത്തിന്റെ അധികാരി ജില്ലാധികാരി അഷറഫ് കോക്കൂരിനെ വിളിച്ചിട്ട് തിങ്കളാഴ്ചകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. രാത്രി വേറെ വൈകിയാണത് ആ ഒരു പരിഹാരം വൈകുന്നേരം ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു. ഞങ്ങൾ വിശദമായി UDFന്റെ യോഗം, ആലങ്കോട് പഞ്ചായത്തിലെ പ്രധാന പ്രവർത്തകരുടെ യോഗം അടിയന്തരമായിട്ട് കൂടിയിരിക്കുകയാണ്. ഞങ്ങളൊരു ഉദ്യോഗസ്ഥൻ നിലനിൽക്കുന്ന ജില്ലാതല ഉദ്യോഗസ്ഥൻ നിലനിൽക്ക് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മുഖവിലക്ക് എടുക്കുന്നു. ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളോ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് സ്റ്റാഫോ അവർക്കൊന്നും ചെയ്യാൻ ആലങ്കോട് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ കേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ഭരണസമിതിയിൽപ്പെട്ട അംഗങ്ങളും അവരുടെ നിരന്തരം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങൾക്ക് തന്നെ അവിടെ ധൈര്യമായി കടന്നു ചെല്ലാനോ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പല മെമ്പർമാരും CPMന്റെ മെമ്പർമാരും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അവർ തമ്മിലുള്ള കയ്യാങ്കളിയും കസാരകളിയും ഒക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഈ പ്രദേശവാസികളായ ഈ ആലങ്കോട് പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു പരാതിയുമായി പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ എന്ന രീതിയിൽ UDFന്റെ മെമ്പർമാർ അത്തരം വിഷയങ്ങൾ ഇടപെടുന്നു. അവരെ കൂടി കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായിട്ടുണ്ട്. ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ, കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽക്സിൽ പുതുപുത്തൻ കളക്ഷൻസ്. വിവാഹാഘോഷങ്ങൾ, മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. നിങ്ങൾക്കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. കമ്പിയിടാതെ ദന്തക്രമീകരണത്തിന് പുതിയ ചികിത്സ, അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ, ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ്, ഇംപ്ലാന്റ് ചികിത്സ, കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ. ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, എടപ്പാൾ റോഡ്, HDFC ബാങ്കിന് എതിർവശം, ചങ്ങരംകുളം. ഫോൺ 9645232232 9952292265. Sunrise Hospital. Care beyond cure.